ജപ്പാനിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കേണ്ട ചെറിയ കാര്യങ്ങൾ. ഒന്നാമതായി, ജപ്പാനിൽ ആളുകൾ മുട്ട തിളപ്പിക്കുമ്പോൾ ഈ എഗ് ടൈമർ ഉപയോഗിക്കുന്നു. അതിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുട്ട തിളപ്പിക്കാൻ കഴിയും. മുട്ട എത്ര നന്നായി വേവിച്ചുവെന്ന് കാണിക്കുന്ന 3 ലെവലുകൾ ഇതിനുണ്ട്. അത് ചൂടാകുമ്പോൾ അതിന്റെ നിറം മാറുന്നു. അതിനാൽ അത് നോക്കുന്നതിലൂടെ നിങ്ങളുടെ മുട്ട എപ്പോൾ ശരിയായി തിളപ്പിച്ചുവെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അടുത്തതായി, ജപ്പാനിലെ ആളുകൾ വളരെ സർഗാത്മകരാണ്. ഒരു സാധാരണ പേന ഉപയോഗിക്കുന്നതിന് പകരം ഒരു സിറിഞ്ച് പോലെ തോന്നിക്കുന്ന പേനകളാണ് അവർ ഉപയോഗിക്കുന്നത്. ഒരു സിറിഞ്ച് പോലെ ഈ കുപ്പികളിൽ നിങ്ങൾക്ക് മഷി നിറക്കാനും ആ പേനകൾ ഉപയോഗിച്ച് എഴുതാനും കഴിയും. കൂടാതെ ജപ്പാനിൽ നിങ്ങൾക്ക് ഒരു ബാൻഡേജ് പോലെ തോന്നിക്കുന്ന മിഠായികൾ കഴിക്കാം. അവയുടെ പാക്കേജിംഗും യഥാർത്ഥ ബാൻഡേജുകളോട് സാമ്യമുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഈ മിഠായികൾ വ്യത്യസ്ത നിറങ്ങളിൽ വരുന്നു. ഓരോന്നും വ്യത്യസ്ത ഭക്ഷണ രുചികളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെയാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അമ്മയെയാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഹാർട്ട് കമന്റ് ചെയ്യുക. അവസാനമായി, ജപ്പാനിലെ ഈ അതുല്യമായ കടയിൽ ഏറ്റവും അസാധാരണമായ ചില ഫോൺ കവറുകൾ വിൽക്കുന്നു. യഥാർത്ഥ വസ്തുക്കൾ ഉള്ളിൽ പാക്ക് ചെയ്താണ് ഈ കവറുകൾ നിർമ്മിക്കുന്നത്. അതിനു പുറമെ പരമ്പരാഗത ജാപ്പനീസ് ഘടകങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അവയുടെ ഡിസൈനുകൾ.